മണൽക്കൂനയുടെ നടുവിൽ 4500 വർഷം മുൻപ് ഒരു അസാധാരണമായ സ്വപ്നം ഉയർന്നു. ഈജിപ്തിൻ്റെ പിരമിഡുകൾ, ലക്ഷക്കണക്കിന് കല്ലുകൾ, ഓരോന്നിനും ടൺ കണക്കിന് ഭാരം. 2.5 ടൺ മുതൽ ചിലതിന് 15 ടൺ വരെ. ഇന്നത്തെ പോലെ ഹൈടെക് യന്ത്രങ്ങളില്ല, ഭാരമുള്ള കല്ലുകൾ ഉയർത്തുവാൻ ഉപകരണങ്ങളില്ല. പക്ഷേ അന്നത്തെ മനുഷ്യർ എങ്ങനെയൊക്കെയോ ഈ അത്ഭുതങ്ങൾ നിർമ്മിച്ചു. ഈ പിരമിഡുകൾ വെറും ശവക്കല്ലറകൾ മാത്രമല്ല. അവയിൽ മറഞ്ഞിരിക്കുന്നത് എന്താണ്? മാഞ്ഞുപോയ മുറികളാണോ? ആത്മാക്കളെ വിളിക്കുന്ന രഹസ്യ വഴികളാണോ? അതോ ഒരു പുരാതന ശാപമാണോ? ചിലവർ പറയുന്നു ഇത് പണിതത് മനുഷ്യനല്ല, ആകാശത്തു നിന്നുള്ളവർ ഇതിൽ എന്തോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. മറ്റു ചിലവർ പറയുന്നു ഈ കല്ലുകൾ ദൈവിക ശക്തിയുണ്ട്, ഒരു മായാജാലം പോലെ ഇത് സ്വർഗത്തിലുള്ള വാതിലാണ് എന്ന്. ശരിക്കുമുള്ള കഥ എന്താണ്? 20,000 തൊഴിലാളികൾ തങ്ങളുടെ ദൈവമായ ഫറവോയുടെ മരണാന്തര ജീവിതത്തിനു വേണ്ടി നക്ഷത്രങ്ങളെ നോക്കി രാവും പകലും അധ്വാനിച്ചു. അവർ നൈൽ നദിയുടെ തീരത്ത് ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ കൊണ്ടുവന്നു. ചെരിഞ്ഞ വഴികൾ ഉണ്ടാക്കി കല്ലുമേൽ കല്ല് വെച്ച് ഒരു പുതിയ അത്ഭുതം ഉയർത്തി. ഇത് ഫറവോയുടെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും കഥ മാത്രമല്ല, ഇത് മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെയും ബുദ്ധിയുടെയും അവൻ്റെ അനന്തമായ സാധ്യതകളുടെയും കഥയാണ്. തങ്ങളുടെ ദൈവമായ ഫറവോയ്ക്ക് വേണ്ടി ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയ മഹാത്ഭുതം. അതാണ് ഈജിപ്തിലെ പിരമിഡുകൾ. 4500 വർഷം മുൻപ് നൈൽ നദിയുടെ തീരത്ത് ഒരു തിരക്കേറിയ ലോകമുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ കൃഷി ചെയ്തു, വഞ്ചിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നു. ഫറവോകൾ സ്വർണത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. അത്രയും സമ്പന്നമായിരുന്നു അന്നത്തെ ഈജിപ്ത്. ഫറവോകളെ അവിടുത്തെ ജനങ്ങൾ ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. അവർ മരിച്ചാലും അവരുടെ ആത്മാവ് പരലോകത്തേക്ക് പോകുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതിനുവേണ്ടിയാണ് പിരമിഡുകൾ, അതായത് അവരുടെ ശവക്കല്ലറകൾ പണിതത്. പക്ഷേ ഇതൊരു സാധാരണ ശവക്കല്ലറയല്ല, ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡ് ഖുഫു എന്ന ഫറവോയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിനെ ഗ്രേറ്റ് പിരമിഡ് എന്ന് വിളിക്കുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന്. 147 മീറ്റർ ഉയരം, ഒരു 50 നില കെട്ടിടത്തിൻ്റെ വലിപ്പം, 23 ലക്ഷം കല്ലുകൾ, ഓരോന്നിനും 2.5 മുതൽ 15 ടൺ വരെ ഭാരം. ഒന്ന് ആലോചിച്ച്, 4500 വർഷം മുമ്പ് ഒരു ഹൈടെക് ഉപകരണങ്ങൾ പോലുമില്ല, ക്രെയിനില്ല, ലോഡർ ഇല്ല. എന്നിട്ടും ഇത്ര വലിയ കെട്ടിടം എങ്ങനെയാണ് അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചത്? അതാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നിങ്ങൾ ഈജിപ്തിൻ്റെ ആ പഴയ കാലം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. 2600 BC-യിൽ ഈജിപ്ത് ഒരു സൂപ്പർ പവറായിരുന്നു. അവർക്ക് സ്വർണം, കൃഷി, കല എല്ലാം ഉണ്ടായിരുന്നു. ഫറവോ ഒരു രാജാവ് മാത്രമല്ല, ദൈവത്തിൻ്റെ മകനായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സൂര്യദേവനായ റായിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി പിരമിഡുകൾ അവർ പണിതു. സ്വർഗത്തിലേക്കുള്ള ഒരു വലിയ വാതിൽ പോലെ ഫറവോകളെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞാൽ ഫറവോയെ മമ്മിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരം 70 ദിവസം ഉപ്പും എണ്ണയും പലതരം കെമിക്കലുകളും ഉപയോഗിച്ച് സംരക്ഷിച്ചു. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നിധികൾ, സ്വർണം, ആഭരണങ്ങൾ, രഥങ്ങൾ ശവക്കല്ലറയിൽ അവരോടൊപ്പം വെച്ചു. പരലോകത്ത് ചെല്ലുമ്പോൾ ഫറവോകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പിരമിഡുകൾ ആര് പണിതു? അടിമകളാണോ അതോ അന്യഗ്രഹ ജീവികളാണോ? ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് പിരമിഡ് പണിതത് വിദഗ്ധരായ തൊഴിലാളികൾ എന്നാണ്. 20,000 മുതൽ 30,000 ആളുകൾ കല്ല് വെട്ടുവാൻ, വലിക്കുവാൻ, അടുക്കുവാൻ ഉണ്ടായിരുന്നു. അവർക്ക് താമസിക്കുവാൻ പിരമിഡ് പണിയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അപ്പം, മാംസം, മദ്യം കഴിക്കുവാൻ നല്ല ഭക്ഷണം കൊടുത്തിരുന്നു. അവർ കഠിനമായ ജോലികൾ ചെയ്തു. അവർക്ക് നല്ല ഭക്ഷണവും വൈദ്യസഹായവും ലഭിച്ചിരുന്നു. അവർ തങ്ങളുടെ ദൈവമായ ഫറവോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഒരു ബഹുമതിയായി കണ്ടു. ഇനി പിരമിഡിൻ്റെ ഡിസൈനെക്കുറിച്ച് നോക്കാം. ഒന്ന് ആലോചിച്ച്, 4500 വർഷം മുമ്പ് അവർ എങ്ങനെ ഇത്ര കൃത്യമായി പണിതു? ഖുഫുവിൻ്റെ പിരമിഡ് വടക്കു ദിശയിൽ വെറും 0.05 ഡിഗ്രി വ്യാസത്തിൽ ഒത്തുപോകുന്നു. അന്ന് കോമ്പസ് ഇല്ല, പക്ഷേ അവർ നക്ഷത്രങ്ങളെ നോക്കി ദിശ കണ്ടെത്തി. പോളാർ സ്റ്റാർ എന്ന നക്ഷത്രം ഉപയോഗിച്ച് വടക്ക് ലക്ഷ്യം വെച്ചു. നിങ്ങൾ പിരമിഡിൻ്റെ ആകൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ മുകൾ വശം ഒരു കൂർത്ത മല പോലെയാണ്. ഈജിപ്ഷ്യൻ വിശ്വാസത്തിൽ ഇത് സൂര്യകിരണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മുകളിൽ പിരമിഡിയൻ എന്നൊരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. അതിൽ സ്വർണം പൂശിയിട്ടുണ്ട്. സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് തിളങ്ങും. അകത്ത് ഫറവോൻ്റെ ശവപ്പെട്ടി വെച്ചിരിക്കുന്നു. അതിനെ കിങ് ചേംബർ എന്ന് വിളിക്കും. പിന്നെ ഗ്രാൻഡ് ഗാലറി, 28 അടി ഉയരമുള്ള ഒരു വലിയ ഇടനാഴി. ചില ചെറിയ തുരങ്കങ്ങൾ, അതിനെ എയർ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നു. ആത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് ചില ആളുകൾ പറയുന്നു.
പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം ഇപ്പോഴും ഒരു രഹസ്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പിരമിഡുകൾ അടക്കി വച്ചിരിക്കുന്ന കല്ലുകൾ തമ്മിൽ വെറും 0.5 മില്ലിമീറ്റർ വിടവേ ഉള്ളൂ. ഒരു കടലാസ് പോലും കയറില്ല. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം, ഈ കല്ലുകൾ എങ്ങനെ നീക്കി, എങ്ങനെ അടുക്കി ഉയർത്തി? ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. 2.5 ടൺ ഭാരമുള്ള ഒരു കല്ല് 140 മീറ്റർ ഉയരത്തിൽ വയ്ക്കണം. അന്ന് ക്രെയിനില്ല, ലിഫ്റ്റില്ല. എന്തു ചെയ്യും? ആദ്യം കല്ലുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കാം. കൂടുതലായും ഗിസയ്ക്ക് അടുത്തുള്ള ചുണ്ണാമ്പ് കല്ലുകളാണ്. പക്ഷേ ചില ഗ്രാനൈറ്റ് കല്ലുകൾ 800 കിലോമീറ്റർ അകലെയുള്ള ആസ്വാനിൽ നിന്ന് നൈൽ നദി വഴി വഞ്ചികൾ ഉപയോഗിച്ച് കൊണ്ടുവന്നു. നൈൽ നദി ഒരു വലിയ ഹൈവേ പോലെയായിരുന്നു. അതിൽ തടികൾ കെട്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതിൽ കല്ലുകൾ വെച്ച് വലിച്ചു കൊണ്ടുവന്നു. ആ കാലത്ത് നൈൽ നദിയിൽ നിന്നും പിരമിഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെറിയ കൈപ്പുഴകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിരമിഡിൻ്റെ അടുത്തുവരെ അവർക്ക് വെള്ളത്തിലൂടെ കല്ലുകൾ കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ നിന്നും പിരമിഡിൻ്റെ അടുത്തുവരെ റോഡുകൾ ഉണ്ടാക്കി. അവർ നനഞ്ഞ മണൽ ഉപയോഗിച്ച് കല്ലുകൾ വലിക്കുവാൻ എളുപ്പമാക്കി. ഒരു മണലിൽ ഒഴുകി നടക്കുന്ന വഞ്ചി പോലെ. അങ്ങനെ ഭാരമുള്ള കല്ലുകൾ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചു. ഇനി കല്ലുകൾ ഉയർത്തിയത് എങ്ങനെ? ഏറ്റവും സാധ്യതയുള്ളത് റാമ്പ് എന്ന രീതിയാണ്. അവർ പിരമിഡിൻ്റെ വശങ്ങൾ ചേർന്ന് ഒരു ചെറിയ റോഡുണ്ടാക്കി. അതിലൂടെ കല്ലുകൾ കെട്ടിവലിച്ച് മുകളിൽ എത്തിച്ചു. ചിലവർ പറയുന്നു നേരെ പോകുന്ന റാമ്പുകളായിരുന്നു. മറ്റു ചിലവർ പറയുന്നു പിരമിഡിൻ്റെ ചുറ്റും വളഞ്ഞ റാമ്പുകൾ ഉണ്ടാക്കിയെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ പിരമിഡിൻ്റെ അത്ര തന്നെ മെറ്റീരിയലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ചെറിയ റാമ്പുകൾ ഘട്ടം ഘട്ടമായി ഉപയോഗിച്ചിരിക്കാം. അവർ ചെമ്പ് ഉപകരണങ്ങൾ, തടികൾ, കയറുകൾ ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ ചില യന്ത്രങ്ങൾ അന്നത്തെ കാലത്തെ ടെക്നോളജിയിൽ ഉപയോഗിച്ചിരിക്കാം. അവ ഉപയോഗിച്ച് കല്ലുകൾ ഉയർത്തിയിട്ടുണ്ടാകാം. 20,000 മുതൽ 30,000 തൊഴിലാളികൾ ഗ്രൂപ്പുകളായി കല്ലുകൾ വെട്ടി വലിച്ചു അടക്കി. ഒരു ദിവസം 10 കല്ലുകൾ എങ്കിലും അടക്കണം. 20 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി. ഒരു വലിയ ടീം വർക്കായിരുന്നു. തൊഴിലാളികളുടെ വലിയ അധ്വാനം ഇതിനാവശ്യമായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്? ഇന്ന് ശാസ്ത്രം ഒരുപാട് വളർന്നിരിക്കുന്നു. ഇത് കണ്ടെത്തുവാൻ ആധുനിക ടെക്നോളജികളുണ്ട്. എക്സ്പെരിമെൻ്റ് ആർക്കിയോളജി എന്നൊരു രീതിയിൽ പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി അവ ഉപയോഗിച്ച് ചെറിയ പിരമിഡുകൾ പണിതു നോക്കി. അതിൽ നിന്ന് റാമ്പ് ഉപയോഗിച്ച് കല്ലുകൾ നീക്കാമെന്ന് മനസ്സിലാക്കി. പിന്നെ കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി പിരമിഡിൻ്റെ ഘടന പഠിച്ചു. 2017 ഒരു വലിയ കണ്ടെത്തലുണ്ടായി. മൂവ് ഓൺ സ്കാനിംഗ് എന്നൊരു ടെക്നോളജി ഉപയോഗിച്ച് ഖുഫുവിൻ്റെ പിരമിഡിൽ ഒരു വലിയ ശൂന്യത കണ്ടെത്തി. ഒരു മറഞ്ഞിരിക്കുന്ന മുറിയായിരുന്നു അത്. ഈ മുറി എന്തിനു വേണ്ടിയാണ് പണി തീർത്തത് ഇനിയും അറിയില്ല. പക്ഷേ ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി, ഒപ്പം ഒരുപാട് കെട്ടുകഥകളും. പിന്നെ തൊഴിലാളികളുടെ ഗ്രാമങ്ങളിൽ അവർ എഴുതിയ ചിത്രലിപികൾ പിരമിഡിൻ്റെ അടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഖുഫുവിൻ്റെ സുഹൃത്തുക്കൾ എന്നൊരു ടീം പോലെ അവർ പേര് വെച്ചു. ഈ തെളിവുകൾ പിരമിഡുകൾ മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൻ്റെ മാത്രം ഫലമാണെന്ന് ഉറപ്പാക്കുന്നു. നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന കാര്യമാണ് പിരമിഡുകൾ പണിതിരിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ആണെന്ന്. അതൊരു രസകരമായ കഥയാണ്, പക്ഷേ സത്യമല്ല. തൊഴിലാളികളുടെ ഗ്രാമങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അവർ അടക്കം ചെയ്ത ശവകല്ലറകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ജോലിയാണെന്ന് തെളിയിക്കുന്നു. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് ഇത് മനുഷ്യന് അസാധ്യമാണെന്ന് കരുതുന്നതിൽ നിന്നാണ് ഉണ്ടായത്. ഇന്നത്തെ ഒരു ഹൈടെക് ടെക്നോളജികളും ഇല്ലാതെ ആ കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ഇത് സാധിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് അന്യഗ്രഹ ജീവികളാണ് ഇതുണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും കഠിനാധ്വാനവും മാത്രമാണ്. പിന്നെ ചിലവർ പറയും പിരമിഡിന് മാന്ത്രശക്തികളുണ്ടെന്ന്. അവർ പറയുന്നു പിരമിഡിൻ്റെ ആകൃതി ഊർജം ശേഖരിക്കുന്നു. പക്ഷേ ശാസ്ത്രീയമായ തെളിവ് ഇല്ല. പിരമിഡുകൾ ഈജിപ്ഷ്യൻ വിശ്വാസത്തിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും പ്രതീകമാണ്, അല്ലാതെ ഒരു മാന്ത്രിക വസ്തുവല്ല. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ പിരമിഡിൻ്റെ കഥ എന്നേക്കും ജീവിക്കും. 4500 വർഷം മുമ്പ് മനുഷ്യൻ അവരുടെ ബുദ്ധിയും കഠിനാധ്വാനവും ഉപയോഗിച്ച് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ, നിന്റെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ, നിങ്ങൾ ഒരുമിച്ചാൽ നിങ്ങൾക്കും ഈ വലിയ മഹാത്ഭുതം പണിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിരമിഡിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം എന്താണ്? കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.